ഹായ്, ഞാൻ അശ്വ MP. ഞാനിവിടെ GVHSS തിരൂരിലെ +1 വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഈ ലൈബ്രറിയിൽ അംഗത്വം എടുക്കുന്നത് ഏറെക്കുറെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആ കൊറോണ കഴിഞ്ഞ പാടുള്ള ഇതിൽ ഇവിടെ കുറെ ബുക്കുകൾ ഉണ്ടെന്നൊക്കെ കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ബുക്ക് വായിക്കുന്നതും അംഗത്വം എടുക്കുന്നതൊക്കെ എനിക്കിന്നും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മെമ്മറീസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആ 8 മുതൽ 10 വരെ ഞാൻ ഇവിടെ പഠിച്ച സമയത്ത് ഒട്ടനവധി കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഇടം തന്നെയാണ് ഈ ലൈബ്രറി. അതിനു പുറമെ എൻ്റെ വായനാ ലോകത്തോട്ട് എന്നെ സ്ഥിരമാക്കിയതിലും വായനാ ലോകത്തോട്ട് എന്നെ കൂടുതൽ അടുപ്പിച്ചതിലും ഒക്കെ ഈ ലൈബ്രറി വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഈ ലൈബ്രറിയും അതുപോലെ തന്നെ ഇവിടുത്തെ ലൈബ്രറിയും ഒക്കെ നല്ലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഈ 8ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറെക്കുറെ ബാലസാഹിത്യവും ക്രൈം ത്രില്ലറുകളും മാത്രം വായിച്ചിരുന്ന ഒരാളാണ്. ഈ നോൺ ഫിക്ഷൻസ് ഒന്നും ഒരു താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഈ ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന 2 ബുക്കുകൾ എന്ന് പറയുന്നത് ജെറോണിമോ സ്റ്റിൽട്ടണും അതുപോലെ തന്നെ ഫേമസ് ഫൈവുമാണ്. ഫേമസ് ഇംഗ്ലീഷ് ബാലസാഹിത്യകാരിയായിട്ടുള്ള എനി ബ്ലൈറ്റിന്റെ ഫേമസ് ഫൈവും കൂടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോവലുകൾ. ഈ ഫേമസ് ഫൈവിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്കാണിത്, ഈ കിരിൻ ഐലൻഡ് എന്ന് പറയുന്ന ബുക്ക്. ഈ ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഒരുപാട് ഇപ്പൊ ബാലസാഹിത്യത്തിൽ നിന്നൊക്കെ ഒരുപാട് വിട്ട് ഞാനിപ്പോ നോൺ ഫിക്ഷൻസും അതുപോലെ ഫിക്ഷനുകളൊക്കെ വായിക്കുന്ന ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്നും എനിക്ക് ഈ ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും വായന തുടങ്ങുന്ന ഒരു കുട്ടിയോട് ഞാൻ ഇന്നും സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കുകളാണ് ദ ഫേമസ് ഫൈവ് സീരീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജെറോണിമോ സ്റ്റിൽട്ടൺ, വിംബി കിഡ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ബുക്കുകൾ വായിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ മെല്ലെ ഞാൻ ക്രൈം ത്രില്ലറിലോട്ട് എടുത്തു. ക്രൈം ത്രില്ലറിൽ വന്നപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഇന്നും അന്നും ഇനി അങ്ങോട്ട് ഒരിക്കലും പകരം വെക്കാനില്ലാത്ത ആർതർ കോനൻ ഡോയിലിന്റെ വിശ്വ ക്ലാസിക് ആയിട്ടുള്ള ഷെർലക് ഹോംസ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. ഞാൻ ക്രൈം ത്രില്ലറിൽ വായിച്ചു തുടങ്ങിയിട്ടുള്ള നോവലുകളും ഷെർലക് ഹോംസിന്റെ തന്നെയാണ്. അതിൽ 4 നോവലുകൾ ഉണ്ടല്ലോ ഷെർലക് ഹോംസ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോവൽ എന്ന് പറയുന്നത് ദ വാലി ഓഫ് ഫിയർ ആണ്. അത് ഞാൻ ആദ്യം വായിച്ച ബുക്കും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്കും ഈ വാലി ഓഫ് ഫിയർ ആണ്. ഒരു ഡിറ്റക്റ്റീവിന്റെ കൊലപാതകത്തെ മറ്റൊരു ഡിറ്റക്റ്റീവ് അന്വേഷിക്കുന്നതായിട്ടാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതിലെ പ്ലോട്ടുകളും ഇതിലെ ട്വിസ്റ്റുകളും എല്ലാം ഹൈലി സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ഈ വാലി ഓഫ് ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ 4 നോവലുകളും ഒരുപാട് ചെറുകഥകളും വായിക്കാൻ എനിക്ക് ഈ ലൈബ്രറിയിലൂടെ സാധിച്ചു. ഷെർലക് ഹോംസ് നോവലുകളെ പോലെ തന്നെ പിന്നെ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള 2 ക്രൈം ത്രില്ലറുകൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടുള്ള മോറിസ് ലെബ്ലാങ്കിന്റെ ആഴ്സൺ ലൂപ്പിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടുള്ള ഒരു ലേഡി റൈറ്ററാണ് അഗത ക്രിസ്റ്റിയുടെ ഹെർക്യൂൾ പോയറോട്ട് നോവലുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ തന്നെ ആഴ്സൺ ലൂപ്പിന്റെ ഈ ജെന്റിൽമാൻ ബർഗ്ലർ എന്ന് പറഞ്ഞ നോവലാണ് അതിൽ ആ സീരീസിൽ ഏറ്റവും ഫസ്റ്റ് ബുക്ക്. ഇത് വായിക്കുമ്പോൾ തന്നെ ഈ ഒരു മോറിസ് ലെബ്ലാങ്ക് എന്ന് പറയുന്ന ആ ഒരു റൈറ്ററിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാകും. ഈ ആഴ്സൺ ലൂപ്പിൻ ഒരു മോഷണം ചെയ്യുന്ന ഒരു മോഷ്ടാവിന്റെ കഥയാണ് ഈ ആഴ്സൺ ലൂപ്പിൻ എന്ന് പറയുന്നത്. ഈ മോഷ്ടാവ് ആൾമാറാട്ടം ചെയ്തിട്ടാണ് മോഷണങ്ങൾ നടത്തുന്നത്. ചിലപ്പോൾ ആൾ ഒരു സമയം പോലീസ് ഉദ്യോഗസ്ഥനായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, പക്ഷെ അടുത്ത സമയം അയാൾ എന്താണ് പിക്കാസോ പോലെ ഒരു ആർട്ടിസ്റ്റ് ആകുന്നു, സാധാരണക്കാരനാകുന്നു. അങ്ങനെ ഒരു ടെസ്റ്റോട് കൂടി ഒരുപാട് പ്ലോട്ടുകൾ അടങ്ങുന്ന ഒരു വ്യത്യസ്തമായ നോവലാണ് മോറിസ് ലെബ്ലാങ്ക് എന്ന് പറഞ്ഞ ഈ റൈറ്ററിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നോവലാണ് ഇത്. ഞാൻ ബാലരമയിലൂടെ ആണ് ഈ നോവലിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് സാർ ഇട്ട് പറഞ്ഞു എനിക്ക് ഇതൊരു സീരീസ് ആണ്, എനിക്കിത് ഫുള്ള് വായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സാറ് ഇവിടെ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് സാറ് വരുത്തിയിട്ടൊക്കെ എനിക്ക് തന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആഴ്സൺ ലൂപ്പിന്റെ നോവലുകൾ വായിക്കുന്നത്. അതുപോലെ തന്നെ അഗത ക്രിസ്റ്റിയുടെ മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ്, ABC മർഡേഴ്സ്, ഇതിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പൊതുവെ എല്ലാവർക്കും ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ഓടി വരുന്ന ബുക്കുകളാണ് ഈ മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസും ABC മർഡറൊക്കെ. അതിനെക്കുറിച്ച് ഞാൻ ഓവർ പറയുന്നില്ല. പിന്നെ എനിക്ക് വായിച്ചതിലൊരു വ്യത്യസ്തമായ അനുഭവം, ഇപ്പോഴും ഏതൊക്കെ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് എന്നോട് ഒരാൾ ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാൻ തോന്നുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് നിഗൂഢ ദ്വീപ്, ദ മിസ്റ്റീരിയസ് ഐലൻഡ്. സയൻസ് ഫിക്ഷന്റെ പിതാവെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഷൂൾ വേണിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോവലാണ്. ഇപ്പോൾ സയൻസ് ഫിക്ഷൻ ലവേഴ്സിന് ഷുവർ ആയിട്ട് അറിയാവുന്ന ഒരു നോവലാണ് നിഗൂഢ ദ്വീപ് അഥവാ ദ മിസ്റ്റീരിയസ് ഐലൻഡ്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ യുക്തിപരമായിട്ട് പെരുമാറാം എന്നുള്ളതാണ് ഈ നോവലിലൂടെ അവർ വ്യക്തമാക്കുന്നത്. അത് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. നമുക്ക് ഒരു 13+ ആയിട്ട് തന്നെ വായിക്കാവുന്ന ഒരു നല്ലൊരു നോവലാണ്. പിന്നെ വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അതായത് എനിക്കൊരു വേറിട്ട അനുഭവം സമ്മാനിച്ചൊരു ബുക്ക് എന്ന് പറയുന്നത് നിഗൂഢ ദ്വീപാണ്, ദ മിസ്റ്റീരിയസ് ഐലൻഡ്.
പ്രശസ്ത സയൻസ് ഫിക്ഷൻ എഴുത്തുകാരൻ, അതായത് സയൻസ് ഫിക്ഷന്റെ പിതാവെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടുള്ള ഷൂൾ വെന്റെ നോവലാണ് മിസ്റ്റീരിയസ് ഐലൻഡ്. ഒരു പക്ഷേ സയൻസ് ഫിക്ഷൻ ലവേഴ്സിന് എല്ലാവർക്കും ഒരുപാട് പരിചിതമായിട്ടുള്ള ഒരു നോവൽ തന്നെയായിരിക്കും ഈ മിസ്റ്റീരിയസ് ഐലൻഡ്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ജോണറിൽ വരുന്ന ഒരു നോവൽ വായിക്കുന്നത്. അതുകൊണ്ട് ആദ്യം എനിക്കൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വായിച്ചു വന്നപ്പോൾ അതൊരു അസാധ്യ നോവൽ തന്നെയാണ്. അതിൽ ഈ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന സാഹചര്യങ്ങളെ ഇങ്ങനെ ഒരുമയോടെയും യുക്തിപരമായും മുന്നേറാം എന്നുള്ളതാണ് അതിൽ വ്യാഖ്യാനിക്കുന്നത്. അതിൽ ഒരുപാട് പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിൻ്റെതായ എല്ലാ ഘടകങ്ങളും അതിൻ്റെതായ എല്ലാ ഹരങ്ങളും രസങ്ങളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നോവലാണ്. അതായിരുന്നു എനിക്കൊരു ഏറ്റവും വേറിട്ടുള്ള ഒരു അനുഭവം തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഖസാക്കിന്റെ ഇതിഹാസം, മലയാളികൾ എല്ലാവരും മികച്ച നോവലിൽ നിന്നും മുദ്ര കുത്തിയിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസം ഇവിടെയുണ്ട്. ഖസാക്ക് അതിൽ ടെസറാക്ക് എന്ന് ആണ് ആ ശരിയായ നോവലിന്റെ ആ ഖസാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ശരിയായ പേര് ടെസറാക്ക് ആണെന്ന് ഞാൻ എവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ രവി പറയുന്നതും ഈ ലാസ്റ്റിൽ ആ ഒരു ഇതുണ്ടല്ലോ, മഴ പെയ്യുന്നു മഴ മാത്രമേ ഉള്ളൂ, ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ, ഈ വരികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതും തന്നെ അതിൻ്റെ ഒരു നിഗൂഢമായ ഒരു മൂഡ്, അതൊരു അടിപൊളി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ നോൺ ഫിക്ഷൻസ് ഒക്കെ വായിക്കാൻ തുടങ്ങിയതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയൊരു മോഹം പോലെ വന്നു. ഫാന്റസി നോവൽ സീരീസ് ആയിട്ടുള്ള ഹാരി പോട്ടർ, ജെ.കെ. റൗളിങ്ങിന്റെ വിശ്വവിഖ്യാതമായ ഹാരി പോട്ടർ ഒന്ന് വായിച്ചു നോക്കണമെന്ന് വെറുതെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീരീസ് ബുക്ക് മുഴുവൻ വായിക്കുന്നത്, അത് ഹാരി പോട്ടറാണ്. അപ്പോൾ 7 ബുക്കുകൾ അടങ്ങുന്ന ഒരു സീരീസ് തീർത്തും നമ്മളെ വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു പ്രത്യേക പ്രതീതിയാണ് അത് വായിച്ചാൽ. അതിൽ പൊതുവെ എല്ലാവരും 3ാമത്തെ ബുക്കുകളാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയും, പക്ഷെ എനിക്ക് 1ഉം 2ഉം ബുക്കുകളാണ് ഇഷ്ടം. ദ ഫിലോസഫർ സ്റ്റോണും പിന്നെ ദ ചേംബർ ഓഫ് സീക്രട്ടും. കാരണം ഇത് രണ്ടുമാണ് നമ്മൾ ആ ഒരു മാന്ത്രിക ലോകത്തോട്ട് നമ്മൾ അനുനയിപ്പിക്കുന്ന ഒരു ബുക്കുകളാണ്. അപ്പം നമുക്ക് എല്ലാം പുതിയതാണ്. ഇത് ഈ ആദ്യത്തെ ബുക്കൊക്കെ വായിക്കാൻ നമുക്ക് എല്ലാം പുതിയതാണ്. അപ്പൊ പുതിയതൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് ഇത് ഹോഗോട്ട് എക്സ്പ്രസും ആ ഒരു മെയിൽ സിസ്റ്റവും ആ ഒരു ഹോഗോട്ട് സ്കൂളും എല്ലാം പുതിയതാകുമ്പോൾ ഗ്രീൻഗോട്ട്സ് ഒക്കെ നമുക്ക് വായിച്ചു വരുമ്പോൾ ഭയങ്കര രസം തോന്നും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഹാരി പോട്ടർ നോവലുകൾ, ഹാരി പോട്ടർ സീരീസ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതിൽ എനിക്ക് കൂടുതൽ പ്രിയം തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ബുക്കായിട്ടുള്ള ഫിലോസഫർ സ്റ്റോണിനോടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വായിച്ചതിൽ എനിക്ക് വേറിട്ടൊരു അനുഭവം തന്ന മറ്റൊരു നോവൽ ബുക്ക് തീഫാണ്. മാർക്കസ് ജുസാക്ക് എന്ന് പറഞ്ഞ എഴുത്തുകാരന്റെ ഈയിടെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് ഈ ബുക്ക് തീഫ് എന്ന് പറയുന്നത്. ഈ ബുക്ക് തീഫിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബുക്ക് തീഫിലെ നരേറ്റർ മരണമാണ്. ഡെത്ത് ഇസ് ദ നരേറ്റർ. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു കോണിലൂടെ ആ ബുക്ക് വായിക്കുമ്പോൾ അതൊരു നമുക്ക് അത് ഒരേ സമയം നമുക്ക് പ്ലഷറും ഒരു മിസ്റ്റിക്നെസ്സും നമുക്ക് തരുന്നുള്ളതാണ്. പിന്നെ നാസി പട്ടാളത്തിന്റെ ജർമ്മനിയിലുള്ള ചെയ്തികളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പറ്റി. അതൊരു എനിക്ക് തോന്നുന്നു അത് ബയോപിക് അല്ല തോന്നുന്നുണ്ട്, പക്ഷെ അത് ഇത് സോ മച്ച് സിമിലർ ടു ബയോപിക്. ആ ഒരു കുട്ടിയുടെ ഇതും ആ ഒരു നാസി പട്ടാളത്തിൻ്റെതും ലോകമഹായുധങ്ങളും ബാല്യ മനസ്സുകളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളതൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു നോവലിലൂടെ. അപ്പൊ അതും എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. പിന്നെ ഞാൻ മെല്ലെ ഇങ്ങനെ ഒരു ഇവിടെ ലൈബ്രറിയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ ബുക്ക് കവർ കൊണ്ടും കൂടി, പിന്നെ ഇംഗ്ലീഷ് ക്ലാസിക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാവുന്ന ഒരു ജോണറാണല്ലോ ഇംഗ്ലീഷ് ക്ലാസിക്. അതിന്റെ പുറമെ ഞാൻ ഈ ചട്ടയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് വായിച്ചു നോക്കിയൊരു ബുക്കാണ് ജെയിൻ ഓസ്റ്റന്റെ ദ ഫേമസ് പ്രൈഡ് ആൻഡ് പ്രജുഡൈസ്. ഇത് 2 തവണ സിനിമയായിട്ടുള്ള ഒരു ബുക്ക് കൂടിയാണ് ഈ പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് എന്ന് പറയുന്നത്. ഒരു 1800-കളിലെ ഒരു മിഡിൽ ക്ലാസ് ബ്രിട്ടീഷ് ഫാമിലി എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതായത് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ബ്രിട്ടീഷ് മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു നോവലാണ്. അവരുടെ ആ ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സും അതുപോലെ തന്നെ അങ്ങനത്തെ അവരാ ഒരു സാമൂഹിക അവസ്ഥയും, പെൺമക്കളെ ധനികരായിട്ടുള്ള ആണുങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അങ്ങനത്തെ അന്നത്തെ ആ ഒരു റിയൽ സിറ്റുവേഷൻ തന്നെയാണ് അതിൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു നോൺ ഫിക്ഷൻ ആണ്. നമുക്ക് ഈ പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് കൾച്ചറിനെയൊക്കെ കുറിച്ചിട്ട്, യൂറോപ്യൻ ബ്രിട്ടീഷ് കൾച്ചറിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നോവലുകളാണ്. അങ്ങനെ ഒട്ടനവധി ബുക്കുകളും നോവലുകളും ഇപ്പം എനിക്കിപ്പോൾ പേരെടുത്ത് പറയാൻ എനിക്ക് ഓർമ്മയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരുപാട് ബുക്കുകളും നോവലുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്.
പിന്നെ ഈ വായനയുടെ ലോകത്തോട്ട് എന്നെ അടുപ്പിച്ചു എന്നതിലുപരി എൻ്റെ വേറെ പഠനരംഗത്തുള്ള ഇപ്പൊ ശാസ്ത്രമേള ആയാലും ഒക്കെ അങ്ങനത്തെ ഒരുപാട് മേളകൾക്കും മറ്റും പഠനരംഗത്തെ മറ്റു നേട്ടങ്ങൾക്കും ഈ ലൈബ്രറി എനിക്ക് ഫലപ്രദമായിട്ടുണ്ട്, എനിക്ക് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം. വായന കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. എനിക്ക് പല സംസ്കാരങ്ങളെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ലാംഗ്വേജിനെ, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും എൻ്റെ ലാംഗ്വേജിനെ അത് ഒരുപാട് മെച്ചപ്പെടുത്തി. എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിനെ അത് ഒരുപാട് മെച്ചപ്പെടുത്തി. ഞാൻ എൻ്റെ എഴുത്തുകളെ അത് ഒരുപാട് മെച്ചപ്പെടുത്തി. അതുപോലെ ഈ ഒരു സാഹിത്യ അവബോധം ഉണ്ടല്ലോ നമ്മൾ ഓരോരുത്തരിലും, അതിനെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി. അതുപോലെ എന്താ പറയാ, എൻ്റെ ഭാവനയെ അത് വളർത്തി വലുതാക്കി എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പൊ ഈ പറഞ്ഞ ഹാരി പോട്ടറും അതുപോലെ തന്നെ മറ്റേ പ്രൈഡ് ആൻഡ് പ്രജുഡൈസും അതും ഇതൊക്കെ വായിച്ചിട്ട് എനിക്ക് മോറിസ് ലെബ്ലാങ്കിന്റെ നോവലുകളൊക്കെ വായിക്കുന്നതിലൂടെ എൻ്റെ ഭാവന അത് ഒരുപാട് മെച്ചപ്പെടുത്തി. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാല്, ഇപ്പൊ എന്താണ് നമ്മളെല്ലാവരും ഈ റീലുകളുടെ ഷോർട്സിന്റെ ഒക്കെ ഒരു ലോകത്താണ്, യൂട്യൂബ് ഷോർട്സിന്റെ ഒക്കെ ഒരു ലോകത്താണ്. അത് നല്ലതല്ല എന്നോ അതോ തീർത്തും വേണ്ട എന്നോ ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ മാനവിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ പുസ്തകങ്ങളെയും ഒരുപാട് സമീപിക്കണം. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. എന്നാലേ നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് മൂല്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ വായനാനുഭവത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.